വീണ്ടും ഒരു അനുഭവം കേൾക്കാം. വളരെ ശാന്തമായിട്ട്, വളരെ ചെറിയ വാക്കുകളിലാണ് എഴുതി അയച്ചു തന്നിരിക്കുന്നത്. നോക്കി വായിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് വായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വായിക്കാം. അപ്പം കേട്ടാലോ? കുറച്ച് തപ്പിത്തടയും ക്ഷമിക്കുക കേട്ടോ. നമസ്കാരം. എൻ്റെ പേര് നിഷ സന്ദീപ് എന്നാണ്. ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാനൊരു കൃഷ്ണ ഭക്തയാണ്. ഞാൻ ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിലെ അനുഭവങ്ങൾ കേൾക്കാറുണ്ട്. എനിക്കും അനുഭവം എഴുതണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെ എഴുതണം, എവിടെ തുടങ്ങണമെന്നൊന്നും അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അനുഭവം എഴുതുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോണ്ടല്ലോ, വെളുപ്പിനൊരു സ്വപ്നം കണ്ടു. ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒട്ടും തിരക്കില്ലായിരുന്നു. ശ്രീകോവിലിൻ്റെ അകത്തു നിന്നും തിരുമേനി ഭഗവാൻ എടുത്ത് പുറത്തേക്ക് വരുന്നു. പിന്നെ തൂക്കുവിളക്ക് പിടിച്ച് ഒന്ന് രണ്ട് പൂജാരിമാർ പിന്നാലെയും. അവിടെ കൂടി നിന്ന് എല്ലാവരോടും മാറി നിൽക്കാൻ പറയുന്നു. അപ്രകാരം ഞാനും അവിടെ നിന്ന് കുറച്ച് മാറി നിന്നു. അപ്പോൾ എനിക്ക് കണ്ണനെ കാണാൻ സാധിച്ചില്ല. ഞാൻ വിഷമിച്ചു പറഞ്ഞു, കണ്ണാ, എനിക്ക് കണ്ണനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പൂജാരിമാർ കണ്ണനെ കൊണ്ടുപോകുമ്പോൾ കണ്ണൻ എൻ്റെ നേരെ തന്നെ നോക്കി നിൽക്കുന്നു. എനിക്കപ്പോൾ നല്ല പോലെ തൊഴാൻ സാധിക്കുന്നു. ഇതായിരുന്നു എൻ്റെ സ്വപ്നം. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഗുരുവായൂരിലേക്ക് അങ്ങോട്ട് പോയി. ഞങ്ങൾ രാത്രിയാണ് പോയത്. നിർമാല്യം തൊഴാൻ ഗുരുവായൂരിൽ ചെന്നിറങ്ങി. അപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. അപ്പം ചേച്ചി പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, 9 മണിക്ക് ശിവേലി തുടങ്ങൂ, അത് കണ്ടോളൂ എന്ന്. ഭഗവാനെ നേരിട്ട് കാണാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടോ. നിർമ്മാലയത്തിന് ക്യൂ ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പോയി ശിവേലി കണ്ടോ, ഞാൻ ക്യൂവിൽ നിൽക്കാമെന്ന് പറഞ്ഞു, ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശിവേലി കാണാൻ അമ്പലത്തിലേക്ക് കയറി. അവിടെ 3 ആനകളുടെ ശിവേലി ഉണ്ടായിരുന്നു. കുറേ ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നു. എല്ലാവരോടും അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാനും അവിടെ നിന്ന് മാറി നിന്നു. 3 ആനകൾ നിരന്നു നിന്നപ്പോൾ എനിക്ക് ശിവേലി കാണാൻ സാധിച്ചില്ല. പക്ഷെ അപ്പോൾ എന്നെ ഒരാനയെ മാറി മറ്റേ ഭാഗത്തേക്ക് നിർത്തി. പിന്നെ എനിക്ക് ഭംഗിയായി ഭഗവാനെ അടുത്തുനിന്ന് ശിവേലി കാണാൻ സാധിച്ചു. ആനപ്പുറത്തിരുന്ന ഭഗവാനാണല്ലോ എൻ്റെ സ്വപ്നത്തിൽ കണ്ട ആ ഭഗവാൻ എന്നോർത്തപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. ആനന്ദത്തിൻ്റെ കണ്ണുനീര്, എൻ്റെ കണ്ണനോടുള്ള സ്നേഹത്തിൻ്റെ കണ്ണുനീര്. പിന്നെ എനിക്ക് വിളക്ക് കൊളുത്താൻ സാധിച്ചു. അങ്ങനെ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ 2 മാസം കൂടുമ്പോൾ ഗുരുവായൂരിൽ പോവാറുണ്ട്. ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനിയും അനുഭവങ്ങൾ എഴുതാൻ പറ്റണേ കണ്ണാ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സംഭവം ഗുരുവായൂരിലൂടെ നടന്ന മാതിരി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ? അതാണ്, അനുഭവങ്ങൾ വരുമ്പം നമ്മളെ മനസ്സിനെ വളരെ ശാന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരുപാട് ആളുകളുണ്ട്, അസുഖമായിട്ട് കിടക്കുന്നവരുണ്ട്, ഗുരുവായൂർ സ്ഥിരം പോകാൻ പറ്റാത്തവരുണ്ട്. അവരൊക്കെ ഞാൻ അനുഭവം പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കുക. അപ്പോൾ എത്താൻ കഴിയാത്തവർക്കും അവിടെ ഒരു നിമിഷമെങ്കിലും അവിടുത്തെ കഥകളും അവിടുത്തെ ശബ്ദങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുള്ള പ്രതീക്ഷയാണ്. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ 7 പേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് എല്ലാ മാസവും. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.